ഇതിന് 2700-ഓളം ഇരട്ട വോട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഉത്തരേന്ത്യയിൽ കാണുന്ന ജനാധിപത്യ വിരുദ്ധമായ സമീപനം നമ്മളെല്ലാം ഞെട്ടിപ്പിക്കുന്ന രൂപത്തിൽ പാലക്കാട് വോട്ടർ പട്ടികയിൽ കാണാൻ സാധിക്കും. ഇപ്പം ഈ രൂപത്തിലുള്ള ഒരു ചതി ഇവർ ചെയ്യുമെന്നുള്ളൊരു ധാരണ ഒരാൾക്കുണ്ടായിരുന്നില്ല. അപ്പം ഇത് ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ കലക്ടറും പരിശോധിച്ച് ഈ വോട്ടർ പട്ടിക പുതുക്കണം. ഈ വോട്ടർ പട്ടിക വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ജനാധിപത്യ വിരുദ്ധാണ്, ജനഹിതത്തിനെതിരാണ്. ഇതെന്താ ദശാവതാരാണോ? എന്ത് വോട്ടർ പട്ടിക ഇത്? BLOമാരെ സ്വാധീനിച്ചുകൊണ്ട് എന്ത് വൃത്തികേടും ചെയ്യാൻ കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണിത്. അതാണ് ഇന്നലെ ജില്ലാ സെക്രട്ടറി ഈ പത്രദൃശ്യ മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞത്. BJP ഒരു ഭാഗത്ത്, അതുപോലെ തന്നെ കോൺഗ്രസ് മറ്റൊരു ഭാഗത്ത്. ഇത് തൃശ്ശൂരിലാണ് ഇവർ ആദ്യം ഇത് പരിശീലിച്ചെന്നാണ് തോന്നുന്നത്. കാരണം തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലല്ലാത്ത വോട്ടർമാരെ BJP MPയെ ലോക്സഭയിലേക്ക് എത്തിപ്പിക്കുന്നതിന് വേണ്ടി അവർ നടത്തിയിട്ടുള്ള ആ പ്രവർത്തനം വടകരയിലും നടത്തി. വടകരയിൽ ഷാഫിയാണ് നടത്തിയത്. ഏതാണ്ട് ഒരു 20,000-ഓളം വോട്ടർമാർ, ആദ്യം ഞാൻ അത് വിശ്വസിച്ചിരുന്നില്ല, 20,000-ഓളം വോട്ടർമാർ മാനിപ്പുലേഷൻ നടത്തി ഈ രൂപത്തിൽ വോട്ടർ പട്ടികയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ജനഹിതത്തിനെതിരായിട്ടുള്ള, ജനാധിപത്യത്തിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ട് ഗൗരവമായ പരിശോധനയ്ക്ക് ഇത് വിധേയമാക്കണം. ഞങ്ങൾ എന്തായാലും 18-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു പ്രക്ഷോഭം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. പോസിറ്റീവായിട്ടുള്ളൊരു സമീപനം ജില്ലാ കളക്ടറുടെ, റിട്ടേണിംഗ് ഓഫീസറുടെ ഭാഗത്തും ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തും ഇല്ലെങ്കിൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിലേക്ക് പോകുന്നല്ലാതെ വേറെ വഴി. അടുത്തിരിക്കെ ഇനി പട്ടിക പുതുക്കാനും മാറ്റാനൊക്കെ സമയം ഉണ്ടാകും. സാങ്കേതികമായി അതിന്റെ അകത്തുള്ള ആൾക്കാരെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ ഇലക്ഷൻ കമ്മീഷൻ അധികാരമുണ്ട്. എലിമിനേറ്റ് ചെയ്യുക. അതിൽ ഒരു തകരാറുമില്ല. ഇതാണ് CPM നിലപാട്. കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലനാണ് അത് പറഞ്ഞത്. വലിയ തരത്തിലുള്ള ക്രമക്കേട് നടന്നു. ഉത്തരേന്ത്യയിലൊക്കെ ഉള്ളതുപോലെയുള്ള വോട്ടർ പട്ടികയിലെ ക്രമക്കേടാണ് നടന്നിരിക്കുന്നത്. ഈ വോട്ടർ പട്ടിക പുതുക്കണമെന്ന വളരെ പ്രധാനപ്പെട്ട ആവശ്യമാണ് CPM മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇങ്ങനെ വ്യാജ വോട്ടർമാരുണ്ടെന്ന്, അല്ലെങ്കിൽ ഇരട്ട വോട്ടർമാരുണ്ടെന്ന് കണ്ടെത്തിയാൽ അത് ആ പട്ടികയിൽ നിന്ന് അവർ എലിമിനേറ്റ് ചെയ്യാൻ, ആ വോട്ടർ പട്ടിക പുതുക്കാനുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. അതുണ്ടായില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അനുകൂല സമീപനം CPM പ്രതീക്ഷിക്കുന്നു. അതുണ്ടായില്ലെങ്കിൽ 18-ാം തീയതി ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന മുന്നറിയിപ്പാണ് CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ നൽകുന്നത്.